ത്രിയേക ദൈവത്തിന് സ്തുതി. യേശുവിൽ സ്നേഹവന്ദനം. ദൈവം നിന്നെ നോക്കിക്കൊള്ളും. ഒരമ്മ തൻ്റെ മകനെ സ്കൂളിൽ കൊണ്ടുവന്ന് വിട്ടിട്ട് എല്ലാ ദിവസവും പറയുന്ന വാക്കുകളാണിത്. ആ വാക്കുകൾ അവൻ്റെ ഹൃദയത്തിൽ എഴുതപ്പെട്ടു. ആ മകൻ വളർന്ന് വലുതായി. അമ്മയ്ക്ക് പ്രായമായി. അമ്മയുടെ ഓർമ്മയെല്ലാം നഷ്ടമായി. ഒരു കെയർ ഹോമിൽ അമ്മയെ കൊണ്ടാക്കുവാൻ ആ മകൻ തീരുമാനിച്ചു. അമ്മയ്ക്കൊന്നും അറിയില്ല. മകനെയും മറ്റാരെയും തിരിച്ചറിയാൻ പറ്റാത്ത സ്ഥിതി. നിറകണ്ണുകളോടെ കെയർ ഹോമിലാക്കി തിരികെ പോകുമ്പോൾ അവൻ അമ്മയോട് പറഞ്ഞു, ദൈവം നിന്നെ നോക്കിക്കൊള്ളും. അമ്മയ്ക്ക് അതുമാത്രം മനസ്സിലായി. മകനോട് എന്നും പറഞ്ഞുകൊടുത്ത ആ സൂത്രവാക്യം അമ്മ ഒരിക്കൽ കൂടി കേട്ടപ്പോൾ അവളുടെ കണ്ണ് നിറഞ്ഞു. നമ്മുടെ ജീവിതത്തിൽ ഓർമ്മക്കുറവുകളുടെയും പ്രശ്നങ്ങളുടെയും നടുവിൽ ഓർത്തിരിക്കേണ്ട വചനമാണ് ദൈവം നമ്മെ നോക്കിക്കൊള്ളും എന്നത്. മനുഷ്യസ്നേഹം പരിമിതിയുള്ളതാണ്. അത് സ്കൂളിൻ്റെ വാതിൽക്കലും കെയർ ഹോമിൻ്റെ വാതിൽക്കലും അവസാനിക്കുന്നു. ഒരു പരിധി കഴിഞ്ഞാൽ മനുഷ്യസ്നേഹം സഞ്ചരിക്കുന്നില്ല. മനുഷ്യസ്നേഹം നമ്മെ കരമുയർത്തി യാത്രയാക്കുമ്പോൾ ദൈവസ്നേഹത്തിൻ്റെ കരം നമുക്കൊപ്പം തുടരുകയാണ്. ഒരിക്കലും മാറില്ലെന്ന് നാം ചിന്തിക്കുന്ന മനുഷ്യസ്നേഹം നമ്മിൽ കുറവുകൾ കാണുമ്പോൾ അത് അംഗീകരിക്കാതെ മാറി മറയുന്നു. മനുഷ്യർ മാറും, അതങ്ങനെയാണ്. അവസാനം വരെ കൂടെയുണ്ടെന്ന് നാം കരുതുന്നവരും മാറും. മനുഷ്യസ്നേഹത്തിന് കാലാവധിയുണ്ട്, കണക്കുണ്ട്. അതു കഴിഞ്ഞാൽ ആ വാതിലുകൾ നമുക്ക് മുൻപിൽ കൊട്ടിയടയ്ക്കുന്നു. എന്നാൽ നമ്മെ അംഗീകരിക്കുന്ന ആ ദൈവീക സ്നേഹത്തിൻ്റെ ചൂട് നാം അനുഭവിക്കണം. മരവിച്ചുപോയ നമ്മുടെ ചിന്തകളുടെ ആഴങ്ങളിലേക്ക് ആ സ്നേഹശബ്ദം പെയ്തിറങ്ങണം. ആഴത്തിൽ ആ സ്നേഹമിറങ്ങി നമ്മെ സൗഖ്യമാക്കണം. ക്രൂശിലെ സ്നേഹരക്തം നമ്മുടെ അന്തരാത്മാവിനെ സുഖപ്പെടുത്തണം. യേശയ്യാവ് 46:4. നിങ്ങളുടെ വാർദ്ധക്യം വരെ ഞാൻ അനന്യൻ തന്നെ. നിങ്ങൾ നരയ്ക്കുവോളം ഞാൻ നിങ്ങളെ ചുമക്കും. ഞാൻ വഹിക്കുകയും ചുമന്ന് വിടുവിക്കുകയും ചെയ്യും. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. കർത്താവിൽ എളിയ ശുശ്രൂഷകൻ ഈരാളിലച്ചൻ.